ഹായ് ഗായ്സ്. സോ ഞാൻ ഇന്ന് കുഞ്ഞച്ചൻ്റെ വീട്ടിലാണ്. എന്താ ഇവിടെ നിന്നല്ലേ പറഞ്ഞുതരാം. ഇന്ന് ജൂലൈ 2025 സോ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. ദാറ്റ്സ് വൈ നമ്മൾ തക്കുടിനെ വെച്ച് ഒരു ഹണി കേക്ക് ഉണ്ടാക്കാം എന്ന് പ്ലാൻ ചെയ്യുന്നു. സോ അതിൻ്റെ മേക്കിംഗ് പ്രിപ്പറേഷൻസിൻ്റെ വീഡിയോ ആണ്. സോ ലെറ്റ്സ് വെൽക്കം ടു ദ വീഡിയോ. സോ ഇതിവിടെ നമ്മുടെ ബട്ടർ മെൽറ്റ് ചെയ്യാണ്. ബട്ടർ മെൽറ്റ് ചെയ്യുന്നത് എൻ്റെ സ്വന്തം ചാരി ഗിരിജ. സേ ഹായ്, സേ ഹായ്. സോ ബട്ടർ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഈ ഹണിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഹണിയും നമ്മൾ നേരത്തെ കണ്ട ബട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബട്ടർ നമ്മളിവിടെ ഓഫാക്കി ഏകദേശം ഈ ഒരു കളർ ആവണം നമ്മുടെ ബട്ടർ. ബേക്കിംഗ് സോഡ, ലെറ്റ്സ് ആഡ് സം ബേക്കിംഗ് സോഡ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതെ, 2 ടീസ്പൂൺ. അതെ, 2 ടീസ്പൂൺ. ഇതാണ് നമ്മുടെ ഷെഫ്. ഗൈസ്, ടീസ്പൂൺ അല്ല, 1/4 ടീസ്പൂൺ. അതെ അതെ, നമുക്ക് അളവുണ്ട്. അളവനുസരിച്ചാണ് നമ്മൾ 1/4 ടീസ്പൂണിന്റെ 2 എണ്ണം. യെസ്, ബേക്കിംഗ് സോഡ. മുട്ടയി എത്ര മുട്ട വേണം ഏകദേശം? ഞാൻ നാളെ നിൽക്കണേ, നാളെ. ഓക്കെ, 4 മുട്ട. മുട്ടയാ? അല്ലേ, 3. നമ്മളിപ്പോ ഇതിൽ ആഡ് ചെയ്ത മുട്ടയും ബേക്കിംഗ് സോഡയും നമ്മൾ നമ്മുടെ ബട്ടർ ആക്കി വെച്ചിട്ടുണ്ട്, തണുക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ബട്ടർ നല്ലോണം തണുക്കണം. യെസ്. ഇതിൽ ആവശ്യമുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഷെഫ് പിള്ള പറയും. ബട്ടർ, തേനും കൂടി മിക്സ് ചെയ്ത് അത് ബോയിൽ ചെയ്തത്, മിൽക്കി മിസ്റ്റ്, തേൻ, അതിലൂടെ ആഡ് ചെയ്തു മൈദപ്പൊടി, മൈദ, മുട്ട, ബേക്കിംഗ് സോഡ. പിന്നെ ബീറ്റർ വേണം. ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിയിരിക്കേണ്ടി വരും. പിന്നെ നമുക്ക് എന്തൊക്കെ വേണം? പിന്നെ നമുക്ക് ഇത്തിരി സമാധാനം. അപ്പം നമ്മുടെ മെൽറ്റ് ചെയ്ത ബട്ടറും തേനും നമ്മൾ ഈ മിക്സിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഗ്രൈൻഡിങ്ങിൻ്റെ വേറെ മെഷീൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മൈദ അല്ലേ ആഡ് ചെയ്യാൻ പോകുന്നത്. മൈദ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കുഴയ്ക്കാനുള്ള മെക്കാനിസമാണ് ഇപ്പോൾ സെറ്റാക്കി വെക്കുന്നത്. മൈദ ആഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും മിക്സ് ചെയ്യണം. ബാക്കിയിൽ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യണം.
ബാക്കിയുള്ള മൈദ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇത് നന്നായിട്ട് സ്മൂത്ത് ആയില്ലേ, അതെ. നന്നായിട്ട് കുഴച്ച് വെരി എക്സ്പെൻസീവ്. അപ്പം നമ്മുടെ മാവ് സ്മൂത്തായി. നമ്മുടെ മാവ് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം അല്ലേ, വിപ്പിംഗ് ക്രീം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മൾ വിപ്പ് ചെയ്യാൻ പോകുന്നു. യെസ്, നമ്മുടെ വിപ്പിംഗ് ക്രീം നമ്മൾ ഇനി നമുക്ക് വേണ്ടതാണ് മിൽക്കി മിസ്റ്റ്. മിൽക്കി മിസ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം, വിപ്പിംഗ് ക്രീമിലേക്ക്. മിൽക്കി മിസ്റ്റിന്റെ പേരെന്തായിരുന്നു? ഇത് മിൽക്ക് മെയ്ഡ്. യെസ്, മിൽക്ക് മെയ്ഡ്. മിൽക്കി മിസ്റ്റിന്റെ മിൽക്ക് മെയ്ഡാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. വാവ്, നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. യെസ്, അലിയ വേണ്ടിയിട്ട് കുറച്ച് പുഷ് കൊടുക്കണം നമ്മൾ. യെസ്, ഇതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ഹണി നമ്മൾ ആഡ് ചെയ്യണേ. ഫുള്ള് ഹണി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. സ്പൂൺസ് ഓഫ് ഹണി. യെസ്, അമേസിങ്. നമ്മൾ ബാക്ക് ടു മറ്റേ മെഷീനിലേക്ക് വന്നേക്കാണ് ഇത് മിക്സ് ചെയ്യാനായിട്ട്. ബീറ്റിംഗ് പ്രോസസ്സും പിന്നെ നമുക്ക് മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ചെയ്യണം. നമ്മളിനി മുട്ടയുടെ വെള്ളം മാത്രം ബീറ്റ് ചെയ്യണം. നമ്മൾ ബട്ടർ പേപ്പറിലിട്ട് ബേക്ക് ചെയ്യാൻ പോകും. യെസ്, നമ്മൾ ബട്ടർ പേപ്പറിലാണ് നമ്മൾ ഈ മാവ് ഈ ബട്ടർ പേപ്പറിൽ വെച്ച് നമ്മൾ ബേക്ക് ചെയ്യുന്നു. യെസ്, ബട്ടറല്ലേ അതിൻ്റെ ഉള്ളിൽ വെള്ളമല്ല, റൊട്ടില് വെള്ളം ചേർന്നില്ല. നമ്മളിപ്പോൾ ബേക്ക് ചെയ്ത പോലെ ഈ 7 എണ്ണം അല്ലേ, 7 എണ്ണം, ഈ 7 ലെയർ നമ്മൾ സെയിം പ്രൊസീജിയർ ബേക്ക് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ സെയിം പ്രൊസീജിയറിൽ നമ്മളിപ്പോൾ 2 ലെയേഴ്സ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. മൂന്നാമത്തെ നമ്മൾ മേക്ക് ചെയ്യാൻ വെച്ചേക്കാണ്. 4ാമത്തെയാണ് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ മിക്സ് നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ ഒഴിക്കണം, എന്നിട്ട് ബീറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഒരു ലെയറിന് എന്തോരം ആവശ്യമുള്ളത് ഓക്കെ, മുട്ടയുടെ കൂടെ ബീറ്റ് ചെയ്യാം. ഒരു ലെയറിന് ഒരു മുട്ട. അപ്പം നമുക്ക് എത്ര ലെയർ ഉണ്ടോ അത്രയും മുട്ട നമ്മൾ ആഡ് ചെയ്യണം. സോ ഇതിന് 7 ലെയർ ഉണ്ട്. 7 മുട്ടയിൽ ഈ ക്രീം ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യണം.
ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മിക്സ് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി പോലെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആക്കി കഴിഞ്ഞ് പോരില്ല. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗളിലേക്ക് പാല്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് കാണാം. ഇനി നമ്മൾ പാലാക്കിയിട്ട് സോഫ്റ്റ് ആക്കാൻ പോകും. യെസ്, പാലിൽ നമ്മൾ മിക്സ് ചെയ്ത് എനിക്ക് സോക്ക് ചെയ്യണം. സോഫ്റ്റ് ആണ് പച്ചപ്പാൽ. ഇങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുക്കണം. നമ്മളെല്ലാം ഇല്ല ഫസ്റ്റ് പോർഷൻ സോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ക്രീം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ആഡ് ഓൺ ചെയ്യും. ഇനി നമ്മൾ ഈ ക്രീം നന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇതേപോലെ ഇങ്ങനെ നമ്മൾ ബാക്കിയുള്ള ലെയേഴ്സും ചെയ്തെടുക്കുന്നതായിരിക്കും. സൂപ്പറാണോ? തീയണോ? ആയ തുറന്നേ. എങ്ങനെയുണ്ട് തങ്കു കേക്ക്? ഞാൻ നേതൃത്വം കൊണ്ടാണെന്ന് അറിയില്ല, നേതൃത്വം കൊടുത്തോണ്ടാണെന്ന് അറിയില്ല. സൂപ്പർ. എത്ര ലെയർ ഉണ്ട്? 7 ലെയർ. ഒന്ന് എണ്ണി കാണിച്ചു തരാൻ പറ്റുമോ? കേക്ക്